അമ്മേ പതുക്കെ. എവിടെയായിരുന്നു മോനെ നീ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടമ്മേ. അമ്മ പറഞ്ഞില്ലേ എന്നെ എങ്ങോട്ടും വിടില്ലാന്ന്. ഞാൻ അമ്മയുടെ വെളിപ്പുറത്ത് തന്നെ ഉണ്ടാവും. നീ നാട്ടിൽ നിന്ന് പോകുന്നതാ ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം. പക്ഷേ എനിക്കിപ്പോ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. പേടിച്ചോടി ഓടി മടുത്തമ്മേ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്തവൻ ആണായി ജീവിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ. എന്തിന്? സേതു പഴയതുപോലെ ഒന്നും അല്ലിപ്പോ. മനസ്സിന് നല്ല ഉറപ്പുണ്ട് എന്ത് നേരിടാനുള്ള കരുത്തും. ലത എന്തി അവക്ക് നാടകമുണ്ടോ? നാടകമല്ല, റിഹേഴ്സല്. 2 ദിവസമായി അവളും അച്ഛനും പോയിട്ട്. അവളുടെ ഈ നാടകം നിർത്തണമേ. എന്നിട്ട് അവളെ കല്യാണം കഴിച്ചേക്കണം. അതൊന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു ഈശ്വര. പിന്നെ അംബികയുടെ കാര്യം. രമണേട്ടൻ വേറെ വിവാഹം കഴിച്ചോ? കഴിച്ചൊന്നും ഇല്ലാന്നും ഒക്കെ കേൾക്കണുണ്ട്. ആ ഏട്ടത്തി എവിടെന്ന് ചോദിക്കാൻ തുടങ്ങിയായിരുന്നേ. നീ മീൻ കച്ചവടത്തിന് പോണെന്ന് പറഞ്ഞു കേട്ടു. ആ ശരിയാണ്. നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലേടാ? ഒരു കൊലയാളിക്ക് ആരെന്ത് പണി തരാനാ? പിന്നെ മീൻ കച്ചവടം മോശമൊന്നല്ല. അച്ഛൻ ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാക്കിയിട്ട് കാണാൻ മോഹിച്ചിട്ട്. അങ്ങനെ നമ്മൾ എന്തെല്ലാം മോഹിച്ചു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നിന്റെ താമസോ? കിടന്നുറങ്ങാൻ ഇത്തിരി സ്ഥലം പോരെ, അതുകൊണ്ട്. കട്ടൻ ചായ ഒരെണ്ണം വയ്ക്കട്ടെ? വേണ്ടരുതേ, ഞാൻ ഇറങ്ങാം. എനിക്കൊരാളെ കാണണം. അമ്മേ ഇത് അച്ഛനെ കൊടുത്തേക്ക്. നിന്റെ കയ്യിൽ വെച്ചാ മതി, ഇവിടെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അമ്മേ ഞാനിപ്പോ ജീവിക്കണതും ഈ മീൻകൊട്ട ചുമക്കണതും എനിക്ക് വേണ്ടിയല്ല. ഞാൻ ഈ തന്നത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് എന്താ ഒരു അർത്ഥം? ഇത് വാങ്ങിക്കേ. രമേശന് ഞാൻ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. ലതയോട് പറഞ്ഞേക്ക്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ എന്തിനാ കണ്ടെടുത്ത് ജീവിക്കണേ? നീ ഇങ്ങോട്ട് വാ. അത് വേണ്ടമ്മേ. അച്ഛൻ പറഞ്ഞതാ ശരി. എന്നോടുള്ള ശത്രുത എന്തിനാ വീട്ടുകാർ അനുഭവിക്കണേ? ഞാനിപ്പോ വീട്ടിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു എന്ന് എല്ലാരും പറയണേ. അത് അതുപോലെ ഇരിക്കട്ടെ. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാനിവിടെ ഉണ്ട്. പോരെ? പോട്ടെ. ഏട്ടൻ ബസ് രാമപുരം ജംഗ്ഷനിൽ നിർത്തിയപ്പോ ഞാൻ അവിടേക്ക് നോക്കി. ഏട്ടൻ എവിടെയെങ്കിലും നിൽക്കണുണ്ടോന്ന്. ഏട്ടൻ പോയോ? അതെ, നിന്നെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിറങ്ങിയായിരുന്നു. ഭാഗ്യായി എല്ലാരും കണ്ടു. ഇതിനുള്ള അനുവാദം എനിക്കുണ്ടല്ലോ അല്ലേ? നിനക്ക് സുഖമാണല്ലേ? അതെ അച്ഛാ. ഞാൻ വന്നപ്പോഴേക്കും ഏട്ടൻ പോവായോ? എനിക്ക് സംസാരിക്കാനുണ്ട് ഏട്ടനോട്. എന്ത്? ഏട്ടൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചേക്കണമെങ്കിൽ ഇങ്ങനെ വേറെ താമസിക്കാൻ പറ്റില്ല. ഈ നാട്ടിലല്ലല്ലോ, ഇവിടുന്ന് 4-5 കിലോമീറ്റർ അല്ലേ രാമപുരത്തിന്. നീ പോ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, പോയി വിശ്രമിക്കേ. ഏട്ടൻ പിന്നെ വരാം. ഏട്ടാ, ഏട്ടന് കാശ് വല്ലതും വേണോ? എന്റെ ഇപ്പൊ കാശുണ്ട്. നജീബേ, സേതു ഇങ്ങോട്ട് വന്നോടാ. വൈകുന്നേരം വന്നപ്പോ ഇവിടെ കയറിയൊരു സോഡ അടിച്ചു. പിന്നെ അങ്ങോട്ടാ പോയെന്ന് അറിയില്ല. എന്തേ? ഏയ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ചില പുതിയ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാ? 3-4 പേരുണ്ട്. കീരിക്കടന്മാരെ കാറി കയറി പോകുന്നുണ്ട്. ഒരാളെ ഞാൻ അറിയും, പോർട്ടർ കുഞ്ഞാപ്പു. കൊച്ചിയിൽ പോർട്ടറാ, നല്ല അഭ്യാസിയാ. കടത്തനടൻ മുതൽ കരാട്ടെ വരെ പഠിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 10-12 കേസെങ്കിലും എപ്പോഴും ഉണ്ടാവും പേരില്. അല്ല, അവര് വന്നിരിക്കുന്നത്? എനിക്ക് സംശയമുണ്ട്. ഒന്നല്ലെങ്കിൽ പഴയ പരിചയത്തിന്റെ പേരിൽ അവർ ജോസേട്ടന്റെ വീട്ടിൽ വന്നത്, അല്ലെങ്കിൽ അവരെ വരുത്തിയത്.
ആശുപത്രിയിലൊന്നും എത്തിയിട്ടില്ല. എവിടെങ്കിലും ചത്ത് കിടക്കണ്ടാവോ? എനിക്കും അതാ തോന്നണേ. മറ്റവരെ രാത്രി തന്നെ വിട്ടല്ലോ. പിന്നെ നമ്മൾ ഇനി ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ചത്തെങ്കിൽ ചത്തു, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ, ചേച്ചി ഇയാൾ ഉണർന്നോ? ചേച്ചി എണീക്കണ്ട, വേദനിക്കും. 2-3 സ്റ്റിച്ചുണ്ട്. ഞാനെവിടാ? ഏത് സ്ഥലം? പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവാത്ത സ്ഥലമാണ്. ഇത്തിരി വെള്ളം കൊടുക്കടി. വിനു, ഇങ്ങോട്ട് പോരൂ. ഉപദ്രവിക്കണ്ട, സ്വസ്ഥായി കിടക്കട്ടെ പാവം. എന്തായി കാട്ടണത്? എന്താ വേണ്ടത്? എനിക്ക് പോണം. ഈ നിലയിലോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളൂ. അതുവരെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതിരിക്കാൻ നിങ്ങൾ ആരാ? ഇവിടെ കിടന്ന് മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ. ആ അവകാശമുണ്ട്. വരൂ, വന്ന് കിടക്കൂ. നല്ല പൊടിയേരി വെക്കണുണ്ട്. കാലായാലും അത് കഴിക്കാം. കിടന്നോളൂ. കുറച്ചു നേരം കഴിയുമ്പോ ഡോക്ടർ വരും. ഉള്ളിൽ എന്തൊക്കെയാ വിഷമമെന്ന് നേരിട്ട് പറഞ്ഞോളൂ. ഇതാരുടെ വീടാ? എന്റെ വീട്. അത് ഞങ്ങളുടെ പപ്പ. അറിയോ? അറിയാതിരിക്കില്ലല്ലോ അല്ലേ? നിനക്ക് ചില പുതിയ സ്വന്തക്കാരെ കിട്ടിയെന്ന് പറയണ കേട്ടു. ശരിയാ. എന്തേ? എന്നിട്ട് എവിടെ പോയി? അത് നിങ്ങൾക്കല്ലേ അറിയണത്. എനിക്കോ? ഞാനെങ്ങനെ അറിയാനാ? എന്നാൽ അറിഞ്ഞോ? സേതു ചത്തിട്ടൊന്നുമില്ല, കരുതിയിരുന്നോ. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്തില്ല, ചെയ്യിച്ചു. പോട്ടെ, കുഞ്ഞപ്പൻ ഗ്യാങ്ങൊക്കെ പോയോ? ആ, എനിക്കറിയില്ല. നീ എന്തിനാണ് വന്നത്? ചേച്ചി പറഞ്ഞു വിട്ടതാ. എന്ത്? നീ പറയണ്ട, അവൻ എന്റെ അടുത്ത് വന്നതാ. നിങ്ങളൊന്ന് പോ തോമസേട്ടാ. നീ പോടാ, ഇവൻ കീരിക്കാണന്മാരുടെ ചോരയാ. ഓ, കീരിക്കടന്മാരെ ചോര. ജോസിന്റെ മരിച്ചത് പിന്നെ നിങ്ങൾ ആ തള്ളയും മക്കളെ ഇവിടെ ഓടിയാൻ പണയത്തിനെടുത്ത്. എന്നാ ജോസിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് മതം മാറ്റി വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. നീയൊക്കെ കൂടി അവനെ ഈ വെട്ടിൽ കൊണ്ട് ചടിച്ചത്. പക്ഷെ ഇവനെ ഞങ്ങൾ നോക്കും, അംഗീകരിക്കും. എന്റെ ജോസിനെ ജനിച്ചതാ, ഞങ്ങളുടെ ചോരയാ. എന്താടാ, എന്താ വിശേഷം? പേരെപ്പെട്ട് പറ. ആരോടും പറയരുതെന്നാ ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? നിന്റെ അപ്പനുണ്ടായിരുന്നല്ലോ അവള്. എങ്ങാണ്ട് പഴിച്ചുണ്ടായതിനെ ചേച്ചി. നീ പറ, എന്താ ഇത്ര രഹസ്യം അവിടെ? പേരപ്പല്ലേ ചോദിക്കണേ? ഒരാളുണ്ട് വീട്ടില്. അയാൾ എണീറ്റെന്ന് പറയാൻ പറഞ്ഞു. എണീറ്റോ? ആരാ? ഞാൻ പറയാം. നിങ്ങൾ സംശയിക്കുന്ന ആള് തന്നെ, സേതുമാധവൻ.